രാത്രി ഞങ്ങൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഉറങ്ങുക. ഇതേ രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ അത്തം ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ എല്ലാ കൊല്ലവും അങ്ങനെയാണ്, രാത്രിയെ തന്നെ പൂവെല്ലാം സെറ്റ് ചെയ്ത് വരച്ച് ഇട്ടൊക്കെ ഞങ്ങൾ 2 മണി 3 മണിയൊക്കെ ആവും ഞങ്ങൾ ഉറങ്ങുമ്പോൾ. അപ്പോൾ രാവിലെ എണീറ്റ് ഇതേ അമ്പലത്തിൽ പോകാനുള്ള പോക്കാണിത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പോകുന്നതാണിത്. ഞങ്ങളുടെ വീഡിയോഗ്രാഫറെ അടുത്ത് പറയും കേട്ടോ, ഇങ്ങനെയുള്ള വീഡിയോ എടുക്കണം, ഞങ്ങൾ കാലിട്ട് വെള്ളത്തിൽ ചവിട്ടുന്ന വീഡിയോ എടുക്കണം. അപ്പോൾ വീഡിയോഗ്രാഫർ നല്ല കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുപ്പ് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിൽ വന്നപ്പോൾ അമ്മ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ സ്പൂൺ വെച്ച് അതിലൊന്നിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി നിന്നങ്ങ് തകർത്ത് പായസം ഇങ്ങോട്ട് ഇളക്കുകയാണ്. രാവിലെ ഞാനും ചേച്ചിയും കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കുക്കിങ്ങൊക്കെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. കാരണം രാവിലെ എണീറ്റപ്പോൾ അമ്മയ്ക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ജോലിയൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് അമ്മ ബാക്കിയെല്ലാം അവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടവും കൂടെ പൊള്ളിക്കുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ നാത്തൂൻ ചെയ്യുകയാണ് അവിടെ. അങ്ങനെ ജോലിയെല്ലാം തീർന്ന് ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു. സദ്യയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി എൻ്റെ അമ്മ ഉണ്ടാക്കിയ സദ്യയൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ ഞാനും ഏട്ടനും മോനും കൂടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു. അപ്പോൾ അമ്മ നല്ല ഉണ്ണിയപ്പവും അച്ചപ്പവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.